ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന വരണം. അപ്പോൾ അത് ഓപ്പൺ ആവാനും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതൊരു നല്ല താമരക്കുളം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവർ നല്ല വട്ടമുണ്ട് അതിന്, പക്ഷെ ആഴമൊന്നുമില്ല. ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് മഞ്ഞ, നീല, അങ്ങനത്തെ കുറേ വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്. കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ട രാജകീയമായിട്ട് രാജാവ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കടുവയാണ് വരുന്നത്. അങ്ങനെ കുറേ എന്താ പറയുക, കുറേ ഐറ്റംസ് ഒന്നുമില്ല, പക്ഷെ കടുവ, പുലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഓപ്പണായിട്ട് നമ്മൾ കാട്ടിൽ കാണുന്നൊരു ഫീൽ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇവിടേക്ക് പോകുമ്പോൾ. നമ്മൾ തൃശ്ശൂർ സൂവിൽ പോകുന്നത് പോലെയല്ല, നമ്മൾ കാട്ടിൽ കയറിയൊരു അവസ്ഥയാണ് നമുക്കത് കാണുമ്പോൾ. അങ്ങനത്തെ ഒരു അടിപൊളി ഫീലാണ് കിട്ടുന്നത്. ഫുള്ള് മലയിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഗ്രീനറിയും പിന്നെ ആനിമൽസൊക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സീനറിയാണ്. ഇവിടെ മാനുകളാണ് കേട്ടോ കൂടുതലായിട്ട് ഈ ഒരു സെക്ഷൻ മാനുകളാണ് ഇട്ടേക്കണത്. അത് കാണാനും നല്ലൊരു അടിപൊളിയാണ്. ഇത് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് കാണുന്നത്. പിന്നെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ട്രഞ്ച് ഇങ്ങനെ സൈഡിൽ വലിയൊരു കുഴിയാക്കിയിട്ട് അവർ വെച്ചേക്കുന്നത്. അങ്ങനെ കുറേ നമ്മൾ നടന്ന് കുരങ്ങന്മാരും കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വന്നിട്ട് ഇതിൽ വെറൈറ്റി ആയിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നടക്കാനുണ്ട്. ഒരു 5 ഏക്കറിലാണ് അവരിത് സെറ്റ് ചെയ്തേക്കണത്. പക്ഷേ നമ്മളിത് ഇപ്പോൾ അവരൊരു 3.5 ഏക്കറിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല, എല്ലാ ആനിമൽസിനെയും കൊണ്ടുവന്നിട്ടുമില്ല. അപ്പോൾ നമ്മളിത് കണ്ട് ഇവിടെ തന്നെ എത്തുമ്പോൾ നമ്മൾ ആകെ ടയർഡായിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയ്ക്ക് ടയർഡാവും നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സെറ്റാക്കിയിരിക്കുന്നത് ബസ്സാണ് കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഫ്രീ ആണ്. കാരണം വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് 70 രൂപയാണ് വലിയവർക്ക് കൊടുക്കുന്നത്. പിന്നെ വയസ്സായ ആളുകൾക്ക് 30 രൂപയോ പിന്നെ ചെറിയ കൊച്ചുങ്ങൾക്ക് 20 രൂപ അങ്ങനെയാണ് അവർ ഇതിൻ്റെ ഒരു ടിക്കറ്റ് ഫീസ് മേടിക്കുന്നത്. പിന്നെ ബസ്സിന് പ്രത്യേകിച്ച് ഫീസൊന്നും അവർ മേടിക്കുന്നില്ല. നമുക്കത് ഫ്രീ ആണ് കേട്ടോ ബസ്. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ട് തളർന്നു വരുന്നൊരവസ്ഥയിൽ നമുക്ക് ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഇതാണ് ഇതിൽ കുറേ കൂടെ അടിപൊളിയായിട്ട് നമുക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്രയും ഇതായിട്ട് നമ്മളിങ്ങനെ ഒരു കാട്ടിലൂടെ വരുന്നൊരു ഫീൽ തന്നെയാണ് കേട്ടോ ബസ്സിൽ വരുമ്പോൾ കിട്ടുന്നത്. ഫുള്ള് അത് റൗണ്ട് അടിച്ച് നമുക്ക് അതിൻ്റെ ഒരു എൻട്രിയിൽ തന്നെ നമ്മൾ വന്ന് എത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ അവിടെ വന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്.